അങ്ങനെ ഒരു മൂവ്മെന്റ് എന്നുള്ള രീതിയിൽ എനിക്ക് പറയാൻ പറ്റുമോ അറിയില്ല. ഞാൻ അത്രയും സ്റ്റഡിയൊന്നുമില്ല അത്ര കാര്യത്തിന് വേണ്ടിയിട്ട്. പക്ഷേ സെർട്ടൻലി നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ സിനിമ ഒരു ക്രോസ് സെക്ഷൻ ഓഫ് ലൈഫ് തന്നെയാണ്. അത് മോസ്റ്റ് ഓഫ് ദ ടൈം അത് പലപ്പോഴും അതിൻ്റെ ഒരു ഡയമെൻഷനിൽ നമ്മൾ പ്രസന്റ് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ചിലപ്പോൾ ഡയമെൻഷനിൽ ഒന്ന് വലുതാക്കുകയോ ചിലപ്പോൾ ഒന്ന് ചുരുക്കുകയോ ഒക്കെ ചെയ്തേക്കാം. പക്ഷെ ബേസിക്കലി നമ്മൾ സമൂഹത്തിൽ കാണുന്ന പല കാര്യങ്ങൾ തന്നെയാണ് നമ്മളെ ഇൻസ്പയർ ചെയ്ത് നമ്മൾ കേട്ടതും നമ്മൾ കണ്ടതും നമ്മൾ പറഞ്ഞറിഞ്ഞ് കേട്ടതും ഒക്കെ ആയിട്ടുള്ള സാധനങ്ങൾ തന്നെയാണ് സിനിമയിൽ വരുന്നത്. പക്ഷെ സിനിമയിൽ സെർട്ടൻലി ഒരു റെസ്പോൺസിബിലിറ്റിയും കൂടിയുണ്ട്. താങ്കൾ നേരത്തെ ചോദിച്ച ചോദ്യത്തിന്റെ ഭാഗമായിട്ട് വാട്ട് ഹാപ്പൻസ് ആഫ്റ്റർ ദിസ്, ഈ സിനിമ കഴിഞ്ഞാൽ അങ്ങനെ വിചാരിക്കുമോ ആൾക്കാർ. അപ്പോൾ അങ്ങനെ റെസ്പോൺസിബിലിറ്റിയും കൂടിയുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടി എല്ലാം ഒരു സിനിമയിൽ പ്രതീക്ഷിക്കരുത്. ചിലപ്പോൾ ഒരു സിനിമയിൽ നമ്മൾ വളരെ റിയൽ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും പറയുന്നുണ്ടാവുക. ചിലപ്പോൾ ഒരു സിനിമയിൽ ആ റിയൽ ആയിട്ടുള്ള കാര്യങ്ങളെക്കാൾ കൂടുതൽ നമ്മൾ എന്താണ് സമൂഹത്തിന് നമ്മൾ കൊടുക്കാൻ പോകുന്നത് അതായിരിക്കും. എന്നാൽ അത് പഠിപ്പിക്കുന്ന പോലെ ആവാനും പറ്റില്ല. ഇപ്പോൾ നമ്മളൊരു കണ്ടന്റ് പറയുമ്പോൾ ചിലപ്പോൾ ഇതിന്റെ രണ്ടിന്റെയും മിക്സ് ആൻഡ് മാച്ച് ആയിരിക്കാം. ഈ പടം എനിക്ക് തോന്നുന്നത് ഇതിന്റെ രണ്ടിന്റെ ഒരു കോംബോ ആണ്. കാരണം ഇത് വാട്ട് റിയലി ഹാപ്പൻസ് എന്നുള്ള സാധനം നമ്മൾ പറയുന്നതിനൊപ്പം തന്നെ വാട്ട് ഷുഡ് ബി ഡണിനെ പറ്റിയുള്ള ഒരു ചർച്ച ഓപ്പൺ ആക്കും. അത് ഇതാണ് ചെയ്യേണ്ടത് എന്നൊന്നും ഒരിക്കലും സിനിമ പറയില്ല, ഒരു സിനിമയും പറയുന്നില്ല. പല സിനിമയിലും ഇപ്പോൾ നമ്മൾ ക്ലൈമാക്സ് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ചിലതിൽ ഒരു ഈവിൾ പവർ ആയിരിക്കും ജയിക്കുന്നത്. പക്ഷെ നമ്മൾ അത് പറയുന്നതിൻ്റെ ഒപ്പം തന്നെ അതൊരു ചർച്ചയ്ക്ക് തുറന്നൊരു ഒരു വേദി ഒരുക്കുക. ഇതിങ്ങനെയാണോ വേണ്ടിയിരുന്നത് എന്തെങ്കിലും സംസാരിക്കുന്നില്ല. ഇപ്പോൾ കുറെ സിനിമകളുടെ ചർച്ച ഇപ്പോൾ നടക്കുന്നുണ്ടല്ലോ, പ്രധാനമായിട്ടും ഒരു സിനിമയുടെ ചർച്ച നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇതിങ്ങനെയാണോ വേണ്ടിയിരുന്നൊരു ചർച്ച ഓപ്പൺ ആക്കാൻ തന്നെ എനിക്ക് തോന്നുന്നത് അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇറ്റ് മേക്സ് പീപ്പിൾ തിങ്ക് ഇത് ചെയ്യുന്നത് ശരിയാണോ, നമ്മൾ ചെയ്യുന്നത് ശരിയാണോ, സിനിമ ചെയ്യുന്നത് ശരിയാണോ എന്നുള്ളതിനേക്കാൾ കൂടുതൽ നമ്മൾ ചെയ്യുന്നത് ശരിയാണോ എന്നുള്ളൊരു ചോദ്യം നമ്മളെ കൊണ്ട് ചോദിപ്പിക്കാൻ സിനിമയ്ക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെ ഒരു ചോദ്യം ഈ സിനിമ ചോദിപ്പിക്കും എന്ന് തന്നെയാണ് എൻ്റെ ഒരു തോന്നൽ. അതിന്റെ ക്ലൈമാക്സിനെ പറ്റിയല്ല ഞാൻ സംസാരിക്കുന്നുണ്ട്. ആ സിനിമയുടെ കണ്ടന്റും അതെന്ത് പറയുന്നു എന്നുള്ളതും അതെങ്ങനെ പറയുന്നു എന്നുള്ളതും നമ്മളെ കൊണ്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള ഒരു സാധ്യത തുറന്നു കാണിച്ചാൽ ഐ തിങ്ക് ദിസ് മൂവി ഈസ് സക്സസ്ഫുൾ.